ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തു നിന്നും പനമണ്ണ വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറും. റോഡ് നവീകരിക്കാൻ ഭീമമായ തുക വേണ്ടിവരുമെന്നതിനാലാണ് രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാൻ തീരുമാനമായിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയും അനങ്ങനടി പഞ്ചായത്തും ചേർന്നാണ് നവീകരണത്തിനായി റോഡ് വിട്ടു നൽകിയത്. ഒറ്റപ്പാലം നഗരസഭയിലെയും അനങ്ങനടിയിലെയും 3 വീതം വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. ഒറ്റപ്പാലത്തെ പനമണ്ണ, വട്ടനാൽ, കണ്ണിയമ്പുറം UP സ്കൂൾ, കണ്ണിയമ്പുറം വായനശാല വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. അനങ്ങനടിയിലെ പനമണ്ണ, വട്ടപ്പറമ്പ്, അമ്പലവട്ടം വാർഡുകളിലുള്ളവരും ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആകെ 9 കിലോമീറ്ററാണ് റോഡിന്റെ ദൂരം. ഇതിനു പുറമെ പാലക്കാട് കുളപ്പുള്ളി പാതയെയും ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. കഴിഞ്ഞ കുറച്ചു കാലമായി നവീകരണമില്ലാതെ കിടക്കുന്ന റോഡിൽ എങ്ങും കുഴികളാണ്. ദുരിതം സഹിച്ചാണ് നാട്ടുകാരുടെ ഈ റോഡിലൂടെയുള്ള സഞ്ചാരം. നവീകരിക്കാൻ വൻ തുക വേണമെന്നതുമൂലമാണ് പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്. തോടിന് കുറുകെയുള്ള പാലം ഉൾപ്പെടെ നവീകരിച്ചു വേണം റോഡ് പുനരുദ്ധരിക്കാൻ. നിലവിൽ വീതി കുറഞ്ഞ പാലത്തിൽ സ്ഥിരം അപകടങ്ങൾ പതിവാണ്. തകർച്ചാ ഭീഷണിയും അപകട ഭീഷണിയും നേരിടുന്ന പാലം കൈവരികൾ അറ്റകുറ്റപ്പണി ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ നഗരസഭ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ റോഡിനൊപ്പം പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ നവീകരണം പൂർത്തിയാകൂ. നേരത്തെ തന്നെ അനങ്ങനടി പഞ്ചായത്ത് റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നവീകരണം ഉറപ്പാക്കാൻ നഗരസഭയും റോഡ് വിട്ടു നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചത്. ഇനി MLA തലത്തിൽ പുതിയ പദ്ധതി വെച്ച് അതിനനുമതിയായി ദർഗാസ് നടപടികളും പൂർത്തിയായ ശേഷമാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതിന് കാലമേറെ എടുക്കുമെന്നതും അതുവരെ കുണ്ടും കുഴിയുമായ റോഡിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരുമെന്നതുമാണ് നാട്ടുകാർ നേരിടുന്ന പ്രതിസന്ധി. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.